വയനാട്ടിലെ പനമരം പുഴയ്ക്ക് ഭീഷണിയായി ഇഷ്ടിക കളങ്ങൾ. റവന്യൂ ഭൂമിയും പുഴ പുറമ്പോക്കുമടക്കം കയ്യേറിയാണ് ഇഷ്ടിക നിർമ്മാണത്തിന് മണ്ണെടുക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന മണ്ണെടുപ്പിനെ തുടർന്ന് പുഴയോരത്തെ പാടങ്ങൾ മുഴുവൻ വൻ കുഴികളായി മാറിക്കഴിഞ്ഞു. പനമരം പഞ്ചായത്ത് 10ാം വാർഡിലെ തോട്ടുമുക്കിലാണ് 14 വർഷമായി ഇഷ്ടിക നിർമ്മാണത്തിനായി മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് നെൽകൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശമായിരുന്നു ഇത്. മണ്ണെടുപ്പിനെ തുടർന്ന് ഇവിടെ മുഴുവൻ അഗാധ ഗർത്തങ്ങളായി മാറി. പനമരം ചെറുപുഴയുടെ കരയിലെ റവന്യൂ ഭൂമിയിൽ നിന്നടക്കം മണ്ണെടുത്തതായി പ്രദേശവാസികൾ പറയുന്നു. മണ്ണെടുപ്പിനെ തുടർന്ന് ജലസേചനത്തിനായി നിർമ്മിച്ച കനാലിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായി. ഖനനത്തെ തുടർന്ന് പ്രദേശത്തെ കിണറുകളിലും വെള്ളമില്ലാതായി. ഇവിടെ ഇപ്പോൾ 14 വർഷത്തോളമായി ഇവിടെ ഇപ്പോൾ കട്ടകൾ മുറിച്ച് കൊണ്ടുപോവുക. ഈ 14 വർഷമായിട്ടും ഒരു കുഴികൾ പോലും നികത്താതെ കംപ്ലീറ്റ് മണ്ണുകൾ അവരെടുത്തു കൊണ്ടുപോവാണ്. എടുത്തുകൊണ്ടുപോയി ഈ വലിയ കുഴികൾ കാരണം ഈ പരിസര പ്രദേശത്തുള്ള കിണറിലൊന്നും ഈ വേനൽക്കാലത്ത് കുടിക്കാൻ വെള്ളമില്ല. ഇഷ്ടിക കളത്തിലേക്ക് കൂറ്റൻ ലോറികൾ തുടർച്ചയായി എത്തുന്നതും പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. രാത്രിയാൽ JCB ഇങ്ങോട്ട് വരും, പകൽ ലേലൻ്റെ വണ്ടികൾ കട്ട അങ്ങോട്ട് പോകും. അത് പോയതിൻ്റെ കാരണം ഇവിടെ 8ഓളം വീടുകൾക്ക് വിള്ളൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ പഞ്ചായത്ത് റോഡല്ലേ, അപ്പോൾ ആ റോഡിലൂടെ വലിയ വണ്ടികൾ പോകുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാനുള്ള സൗകര്യം പോലും ഇതുവരെ ഇല്ല. ഈ വർഷം മുതൽ ഇഷ്ടിക നിർമ്മാണം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. മണ്ണെടുപ്പിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, വയനാട്.